ബദലായിരുന്നു മാഡം. അമ്മേ, എന്താ ഇത്? നിങ്ങളല്ലേ ഫോട്ടോ അയച്ചെന്ന്, പിന്നെന്തിനാ അടിച്ചത്? ഇതല്ലേ നിനക്ക് വേണ്ടത്? പക്ഷെ ഇവിടെ വെച്ചല്ല, എന്നെ വേറെ എവിടെയെങ്കിലും വിളിച്ചോണ്ട് പോ. ഓ, ഇവിടെ ആകുമ്പോ നിങ്ങളുടെ ഹസ്ബൻഡ് വരും, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. ഗെറ്റ് ഇറ്റ് ഗുഡ് പോയിന്റ്. ശരിയാ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വൈൽഡ് പ്ലേസിൽ പോണം. അതുപോലുള്ള വൈൽഡ് പ്ലേസിലേക്ക് കൊണ്ടുപോകാൻ താഴെ ഞാൻ വെയിറ്റ് ചെയ്യും. അങ്ങോട്ട് വന്നേക്ക. ഇവിടെയാണ് നിൽക്കുന്നേ. ഞാൻ ഇത്ര നേരം പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യായിരുന്നു. എന്നാലും നിങ്ങൾ എന്നെക്കാളും കുറച്ച് ഫാസ്റ്റാ. കേറ്. അയ്യോ, ഇനി എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത്? പോയിട്ട് അടിച്ചു പൊളിക്കണം. ഇതാരുടെ വീടാ? ഇത് ഞാൻ എപ്പോഴും രാത്രി അടിച്ചു പൊളിക്കാൻ വരുന്ന സ്ഥലമാണ്. അത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ സ്ഥലം ഞാൻ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഫ്രണ്ട്സ് എങ്ങാനും അറിഞ്ഞാലേ അവന്മാർ അസൂയപ്പെടും. പെടട്ടെ, നിങ്ങൾ വാ. ഓ, എല്ലാം അകത്ത് വെച്ചാകാലേ. കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ വരൂ, കം. വെൽക്കം. പ്ലീസ്. മഞ്ഞിൽ കളിക്കാനാണെങ്കിൽ ശരി, കട്ടിലിൽ കളിക്കാനാണെങ്കിൽ ശരി, ഇതുപോലത്തെ കോസ്റ്റ്യൂം ആയിരിക്കും ഏറ്റവും നല്ലത്. ക്ലോസ്. നീയും റെഡി, ഞാനും റെഡി, ഗാന ബജാന ബാൻഡ് റെഡി, പാക്കൻ റെഡി, പെണ്ണും റെഡി, ജിഞ്ചനക്ക കട്ടിലും റെഡി. ഓ, വൃത്തികെട്ടന്മാര് അങ്ങനെ തന്നെ ഇട്ടിട്ട് പോയിരിക്കുക. നിങ്ങൾ വിഷമിക്കണ്ട, നമുക്ക് പോവാം. കം. വെൽക്കം. ഇനി കാത്തിരിക്കാൻ പറ്റില്ല. ഓ, ഇത് ഒഴിയുന്നില്ലല്ലോ. അല്ല, എന്താ നാണാണോ? ഇതൊന്നും വലിയ കാര്യാക്കണ്ട, എല്ലാം ശരിയായിക്കോളും. കുറച്ച് കോപ്പറേറ്റ് ചെയ്യേ. ആദ്യം ഞാൻ തുടങ്ങാം, പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേ. ഓക്കെ അല്ലേ? കമോൺ. ഇത്രയും ദൂരം വന്നില്ലേ, പിന്നെന്തെങ്ങനെ? നിങ്ങളിങ്ങനെ തിരിഞ്ഞിരുന്ന ഞാൻ എന്ത് ചെയ്യാനാ? ഇതിങ്ങനെ ശരിയാവുമെന്ന് തോന്നില്ല. പിന്നെ നമുക്കൊരു ബിറ്റ് കാണാം, അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം ശരിയായിക്കോളും. അതിലെന്താ ഉള്ളത്? ആദ്യം നോക്കിയാലല്ലേ മനസ്സിലാവൂ. ഒന്ന് തിരിഞ്ഞു നോക്കുന്നേ, കുറച്ച് ലൈറ്റ് ആയിട്ട്. ഇവനെ എനിക്ക് എങ്ങനെ അറിയാനാ? ദിവസം ഗ്രൂപ്പിൽ 30 ബിറ്റ് വരും. അവസാനം വന്ന ഫ്രഷ് ബിറ്റായത്. എന്താ ഇത് കണ്ടപ്പോഴേക്ക് മൂടായോ? എന്നാ തുടങ്ങിയ? നമ്മൾ തുടങ്ങിയ പോലില്ലല്ലോ. പ്ലീസ് ഒന്ന് വാ, കോപ്പറേറ്റ് ചെയ്യ്. ഇതെന്താ നിങ്ങൾ ഇങ്ങനെ? ഞാൻ നിങ്ങളുടെ മേലെ കയറാന്ന് വെച്ചാൽ നിങ്ങൾ എന്റെ മെക്കിട്ടായിരുന്നു. നിങ്ങൾ എന്താ കളിക്കുക? നിങ്ങൾ അടിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയേ?
ഞങ്ങള് പെണ്ണുങ്ങളാണോ? ഭർത്താവ് പുറത്തു പോവും, മകൻ പുറത്തു പോവും, മകളും പുറത്തു പോവും. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന പേടി കാരണം അത് ആരോടാ പറയണ്ടേ, എങ്ങനെയാ പറയണ്ടെന്ന് അറിയാതെ ഞങ്ങള് നിന്നെ പോലെയുള്ളവരെ വിശ്വസിച്ച് വരുന്നത്. അത് തെറ്റാണോ? ഹായ് സുന്ദരി. അനിതേച്ചി എന്താ ഇവിടെ? ലഞ്ചൊക്കെ റെഡിയായോ? ഇല്ലേച്ചി. ഞാൻ കുറച്ച് സാമ്പാർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ശരി. ബൈ. എന്തൊരു സ്ട്രെച്ചറായത്. അല്ല രതീഷ്, എന്താ ഇങ്ങോട്ട്? CD തന്നിട്ട് പോവാന്ന്. ശരി, അതവിടെ വെച്ചേക്ക്. എന്തൊരു മുതലാ. അർജന്റായിട്ട് ബാത്റൂമിൽ പോണം. എന്തോ ചേട്ടാ, എന്താ കാര്യം? ജോലി പോയി സുന്ദരി. നായിന്റെ മോൻ HR അറിഞ്ഞോണ്ട് ചെയ്തതാടി. അല്ലെങ്കിലും ഒരു ഇന്റിമേഷൻ പോലും തരാതെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ? ചോദിച്ച 1000 കാരണങ്ങളാ പറയുന്നത്. എന്നാലും എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളമുണ്ട്. ഈ കമ്പനി അല്ലെങ്കിൽ എനിക്ക് വേറെ കമ്പനി ജോലി കിട്ടും. എന്റെ എക്സ്പീരിയൻസിന് എത്രയോ വലിയ കമ്പനികളുണ്ട്. ഇവന്റെ ഈ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ. നാട്ടിൽ വേറെയും കമ്പനികളുണ്ടല്ലോ. നായിന്റെ മോൻ. സുന്ദരി, നീ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എന്റെ ജോബ് പോയ ഫ്രസ്ട്രേഷനില് നീ അകത്ത് പോയി കിടന്നോ, കുഴപ്പമില്ല. ഞാൻ കുറച്ച് ടെൻഷനില്ല, കുറച്ച് കഴിഞ്ഞ് വരാം. അനിതേച്ചി, അനിതേച്ചി, അനിതേച്ചി. സാരിലിനി എത്ര സെക്സി ആയിരിക്കും. I'm so sorry. ഞാൻ എന്റെ വൈഫ് എന്ന് വിചാരിച്ചേ. സോറി. സുന്ദരി, എന്താ സുന്ദരി? ബോക്സ്
തിരിച്ചു തരാൻ വന്നതാ. മിസ്സായി പോയല്ലോ. എന്തായിട്ടാ രാവിലെ തന്നെ കുടിക്കുന്നത്? ഇത് രാത്രിയെ കുടിക്കാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? പോയി തിന്നാൻ വല്ലതും കൊണ്ടുപോവാ പോ. സുന്ദരി ഒരു മിനിറ്റ് വായിരിക്കെ. ആക്ച്വലി ഞാൻ കുടിക്കില്ലെന്ന് നിനക്ക് വാക്ക് തന്നിരുന്നു. പക്ഷെ എവിടെ എനിക്ക് ജോലി കിട്ടുന്നില്ല. ഇങ്ങനെ തന്നെ പോയാൽ ഞാൻ കുറച്ചു ദിവസത്തിനുള്ളിൽ ചത്തുപോകുന്ന പോലെ. ഞാൻ ഡിപ്രഷനിലുള്ളപ്പോ എനിക്ക് സൂയിസൈഡ് തോട്ട്സ് വരുന്നു. അത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുടിക്കുന്നത്. ഒന്നും വിചാരിക്കല്ലേ. എല്ലാ മാസവും ₹1,00,000 വന്നോണ്ടിരുന്ന അക്കൗണ്ടില് അടുത്ത മാസം തൊട്ട് 10 പൈസ പോലും വരില്ലെന്ന് ആലോചിക്കുമ്പോ എന്റെ നെഞ്ച് പിടയ്ക്കുന്നു സുന്ദരി. സാർ, അന്ന് ഞാൻ ചൂടായത് സാറിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് കാണൂല്ലേ? എന്റെ ഭാര്യയോടുള്ള സ്നേഹം കാരണമാണ് അങ്ങനെ സംസാരിച്ചത്. അതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് എന്നെ ജോലി വിട്ട് പറഞ്ഞയക്കുമെന്ന് ഞാൻ കരുതി. പ്രഭു, നിന്റെ അടുത്ത് ദേഷ്യമുണ്ടെങ്കിൽ നീ വിളിച്ച ഉടനെ ഞാൻ നിന്റെ വീട്ടിൽ വരുമോ? അന്ന് ഞാനൊരു കോംപ്ലിമെന്റ് തന്നു, അത്രേ ഉള്ളൂ. എന്നുവെച്ച് നിന്റെ ജോബ് പോകാൻ ഞാൻ കാരണമല്ല. ഒരു വലിയ കമ്പനിക്ക് നിന്റെ കോഡിംഗ് ടെസ്റ്റിംഗിന് അയച്ചിരുന്നു. അവിടെ ഒരു ചെറിയ എറർ വന്നു. അതുകൊണ്ടാണ് നിന്നെ പറഞ്ഞയച്ചത്. സാർ, എന്തെങ്കിലും ചെയ്ത് എന്നെ വീണ്ടും ജോലിക്ക് എടുക്കുമോ സാർ? പ്രഭു, ദിവസം നിന്റെ കാര്യം ഞാൻ സംസാരിക്കാറുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. എന്നാ കഴിക്കോ? ഹാൻഡ് വാഷ് എവിടെ? അതോ അവിടെ കിച്ചണിലുണ്ട്. ഞാൻ വാഷ്റൂം വരെ പോയിട്ട് വരാം. ഓക്കെ. ഹാൻഡ് വാഷ് എവിടെ? അവിടെ കിച്ചണിലുണ്ട്. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. ഓക്കെ. ചേട്ടാ, എന്ത് പറ്റി? എന്താ എനിക്ക് എന്തോ പേടിയാവുന്നു. പേടി? എന്താ നിന്റെ വീട്ടുപേരാണോ? എപ്പോ നോക്കിയാലും പേടിയാണെന്ന് പറഞ്ഞിട്ട്. സാർ വരി സാർ.
ഓക്കെ. ഓട്ടോ എന്തിനാ? കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. ബാക്ക് സീറ്റ് ഫ്രീ അല്ലേ? കേറി ഇരുന്ന ദാ പറയുമ്പോഴേക്ക് പോയിട്ട് വരാം. ഇതെന്താ എങ്ങനെ നോക്കുന്നേ? ഇപ്പൊ ഞാൻ പാന്റാണല്ലോ ഇട്ടിരിക്കുന്നേ. ഓ, നിങ്ങൾ കേറൂലല്ലോ. ശരി, ഓക്കെ. ഇപ്പോഴും ലോക്ക് ചെയ്തിട്ട് വാക്ക് ചെയ്യാം. പാർക്ക് ചെയ്തിട്ട് ഇപ്പൊ വരാം. വേണ്ട, ഞാൻ കേറിക്കോളാം. കേറിക്കോളൂ. ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കാറുണ്ട്. മാറ്റർ അടുത്ത് കഴിഞ്ഞു. കേറിയോ? ലെറ്റ്സ് ഗോ. മേഡം ഇവിടെ ഇറങ്ങിക്കോളൂ. നിങ്ങൾ പോയിക്കോളൂ. അയ്യോ, എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ ആ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വരാം. നിങ്ങൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരും. നമ്മൾ രണ്ടുപേരും വീണ്ടും ഒന്നിച്ച് തന്നെ പോവാം. എന്താ ഓക്കെ അല്ലേ? പ്ലീസ്. ഇന്ന് ആഗ്രഹിച്ചതൊക്കെ നടക്കുന്ന ദിവസം എന്നാ തോന്നുന്നേ. അയ്യോ, ഇന്ന് എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നേ? അയ്യോ മാഡം, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചുമക്കുന്നത്? ഇങ്ങോട്ട് തരൂ. സാരമില്ല. ആവശ്യമുള്ളതൊക്കെ ചെയ്തുതരാൻ ഞാനല്ലേ ഇവിടെ. ഓക്കെ, ബൈ ബൈ, സി യു. ഒരു മിനിറ്റ്. യപ്പ്. നിങ്ങൾ മെഡിക്കൽ ഷോപ്പിലേക്ക് പോയിരുന്നില്ലേ? അതെ. വീട്ടിലാർക്കെങ്കിലും അസുഖമാണോ? എനിക്ക് അസുഖമില്ലാത്തത് 401 ആന്റി വെയിറ്റിംഗ്. ഇത് തെറ്റല്ലേ? ഇതിലെന്താ തെറ്റ് മാഡം? ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ കണ്ടിട്ട് ഞാൻ എത്രമാത്രം കൊതിച്ചിട്ടുണ്ടെന്നറിയോ? അല്ല, ഇത് കോംപ്ലിമെന്റ് ആയി എടുത്താൽ മതി, തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെ എന്തെങ്കിലും ചെയ്താലല്ലേ തെറ്റ്. മനസ്സിൽ വിചാരിക്കുന്നത് തെറ്റൊന്നല്ലല്ലോ. ഓക്കെ, സി യു, ബൈ. റിതേഷ്, യപ്പ്. ഇതൊന്ന് എന്റെ വീട് വരെ കൊണ്ടുവരാൻ പറ്റുമോ? ഞാനിവിടെ ഉള്ളത് നിങ്ങളെ പോലെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനല്ലേ. കമോൺ, ലെറ്റ്സ് ഗോ. അല്ല, നിങ്ങൾ ഈ സാരിയൊക്കെ എവിടെ നിന്നാ എടുക്കുന്നത്? വളരെ നന്നായിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒന്ന് വിളിക്കാൻ പാടില്ലേ? വിളിച്ചിരുന്നെങ്കിൽ എന്ത് സന്തോഷായനെ. ഒന്ന് വേഗം റിതേഷ്. ദേ വരുന്നു. എന്തിനാ വിളിച്ചേ? നീ സത്യത്തിൽ എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നോ? എന്തായി പറയുന്നു മാഡം? നിങ്ങൾ എന്തൊരു സൗന്ദര്യം എന്നറിയോ? ഇതുവരെ നിങ്ങളോട് രാജു ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവനൊരു ആണയല്ല. എപ്പോഴെങ്കിലും നിന്നോട് സംസാരിക്കണമെങ്കിൽ എങ്ങനെയാ? യാ ഷുവർ, ഐ ഗിവ് മീ. ഞാൻ ഫോൺ നമ്പർ തരാം. യു ക്യാൻ കോൾ മീ എനി ടൈം. എനിക്ക് ഫോണല്ല. ഓ ഓക്കെ, ജസ്റ്റ് 10 minutes. 10 minutes. ദേ പോയി ദാ വന്നു. ജസ്റ്റ് 10 minutes. വീണു മീന് വലയിൽ കുടുങ്ങി. എവിടെ ഈ സുന്ദരി? ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ഇതാ പിടിച്ച ഫോണ്. ഇതിൽ എന്റെ നമ്പർ മാത്രമേ ഉള്ളൂ. ഇതാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. കുറച്ച് മാറിയിരിക്കാമോ? ഓ,
ഇപ്പോഴല്ലേ സ്റ്റാർട്ട് ചെയ്ത്. ശരി, നടക്കട്ടെ. യാ, ഇതിനെയാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ടച്ച് ചെയ്താൽ കോൾ പോവും, ഇതിൽ ടച്ച് ചെയ്താൽ വീഡിയോ കോൾ ചെയ്യാം, ഇതിൽ ടച്ച് ചെയ്ത് ഫോട്ടോ അയക്കാം. നിങ്ങളുടെ ഫോണിനും ഫോട്ടോയ്ക്കും വീഡിയോ കോളിനും വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സി യു, ബൈ.